ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഡീകണ്ടീഷനിങ് എന്താണെന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡിൻ്റെ എക്സാമിന് പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ് ഡീകണ്ടീഷനിങ് എന്നുള്ളൊരു ടോപ്പിക്ക്. ഇതിനകത്ത് ഫ്രെയിൽറ്റിയുടെ അണ്ടറിലാണ് ഈ ഡീകണ്ടീഷനിങ് ഒക്കെ വരുന്നത്. അതായത് നമ്മൾ ഒത്തിരി നാൾ എന്തെങ്കിലും ഒരു ഡിസീസ് കാരണമോ അല്ലെങ്കിൽ ഒരു സർജറി കാരണമോ എന്തെങ്കിലും ട്രോമ കാരണമോ ഇനാക്റ്റീവായിട്ട് ഇരിക്കുമ്പം നമ്മളുടെ ബോഡി ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യും. അതിനാണ് ആക്ച്വലി ഡീകണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇത് ഹാർട്ടിനും ലങ്സിനും മസിൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീക്കായിട്ട് തോന്നുക, നമ്മുടെ മസിൽ ബാലൻസ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവുക, ഇതിനൊക്കെയാണ് നമ്മൾ ഡീകണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണ് ഇതിനകത്തുള്ളത്. മൈൽഡ് ഡീകണ്ടീഷനിങ് ഉണ്ട്, മോഡറേറ്റ് ഡീകണ്ടീഷനിങ് ഉണ്ട്, സിവിയർ ഡീകണ്ടീഷനിങ് ഉണ്ട്. മൈൽഡ് ഡീകണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ എക്സസൈസ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വിമ്മിങ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി ആക്റ്റീവായിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. അതാണ് മൈൽഡ് ഡീകണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വരുന്നത് മോഡറേറ്റ് ആണ്. ഇതിനകത്ത് വരുന്നത് നമ്മൾക്ക് പുറത്തു പോയി ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് മോഡറേറ്റിൽ വരുന്നത്. സിവിയർ എന്ന് പറഞ്ഞത് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ നമ്മുടെ സെൽഫ് കെയറും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ ആവുന്നതാണ് സിവിയർ ഡീകണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഡീകണ്ടീഷനിങ്ങിൽ നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ മെയിനായിട്ട് ഇതാണ് ചോദിക്കുന്നത്, എന്താണ് ഡീകണ്ടീഷനിങ്, അതിൻ്റെ ഒരു സ്റ്റേജസ് ഒക്കെ, പിന്നെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും കൂടെ ചോദിക്കുന്നുണ്ട്. ഡീകണ്ടീഷനിങ്ങിൻ്റെ കോസസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ലോങ് ഡിസീസുകൾ എന്തെങ്കിലും വരുമ്പോൾ, ഫൈബ്രോമയാൾജിയ, ക്രോണിക് ഫട്ടിക് സിൻഡ്രംസ് ഒക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ, അപ്പോൾ ഒരു 1 ഡേ ഹോസ്പിറ്റലിൽ കിടന്നാൽ പോലും നമ്മളത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. പ്രഗ്നൻസി, ഇതൊക്കെയാണ് ഡീകണ്ടീഷനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബീങ് ആൻ ഓൾഡർ അഡൽറ്റ് ഏജിൻ്റെ ഒരു ഫാക്ടർ മെയിനാണ് ഇതിനകത്ത്. എന്തെങ്കിലും ഡിപ്രഷൻ അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കുന്നവർ, കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്സ് ഉള്ളവർ, ഒബീസ് ആയിട്ടുള്ളവർ, പുവർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഡീകണ്ടീഷനിങ് അഫക്റ്റ് ആകും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു ബോഡി റിയലി ഒരു ഫറ്റീഗും ആവും, ടയർഡ്നെസ് ആകും, വീക്ക്നെസ് വരും. ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഹാർട്ട് റേറ്റ് ഒരു ഫാസ്റ്റായിട്ട് വരിക, ടക്കിക്കാർഡിക് ആയിരിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ സൈൻസ് സിംറ്റംസ് കാണിക്കുക. ഫിസിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് ഈ ഡീകണ്ടീഷനിങ് ഡയഗ്നോസ് ചെയ്യാം. നമുക്കറിയാൻ പറ്റും പേഷ്യൻസിൻ്റെ ബാലൻസ് ഭയങ്കര ഡിക്രീസ്ഡ് ബാലൻസ് ആയിരിക്കും, ഡിക്രീസ്ഡ് മസിൽ സ്ട്രെങ്ത് ആയിരിക്കും, അവർക്ക് പ്രോപ്പറായിട്ട് വാക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല, ഭയങ്കര ഇനാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെയും മസിൽസിൻ്റെയും ലങ്സിൻ്റെയും ഒക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് എയറോബിക് എക്സസൈസും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെങ്തനിങ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആകും. എയറോബിക് എക്സസൈസ് ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്